Hello, welcome to the video. In today's class, we'll be discussing Module 1, Unit 1, the continuation. In the previous class, we discussed active and passive listening and the task 1. Today, we'll be discussing interpretive listening. This is a class 3 of Module 1. Interpretive listening, what do you mean by that? എന്താണ് interpretive listening എന്ന് പറയുന്നത്? Interpretive listening എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ലാംഗ്വേജ് ബിയോണ്ട് ഇറ്റ്സ് ലിറ്ററൽ മീനിങ് എന്നുള്ളതാണ്. ഭാഷയെ അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ അപ്പുറമായി, അക്ഷരം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അതിനപ്പുറമായി ഭാഷയെക്കുറിച്ച് അല്ലെങ്കിൽ കേൾക്കുന്ന വസ്തുതയെക്കുറിച്ച് മനസ്സിലാക്കുക, പറയുന്നതിനപ്പുറമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഇറ്റ് ഈസ് കീ ടു ഗ്രാസ്പിംഗ് ദ ഡീപ്പർ മെസ്സേജ്. നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ വായിക്കുന്ന കാര്യങ്ങളുടെ ആഴത്തിലുള്ള അർത്ഥം മനസ്സിലാക്കുന്നതിന് വേണ്ടി പലപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ലിസ്ണിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ സ്കിൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഇൻ്റർപ്രറ്റീവ് ലിസ്ണിംഗ്, അതായത് വ്യാഖ്യാനത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. ഇത്തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് വാക്കുകൾ കൊണ്ട് മാത്രം പ്രകടമാക്കുന്ന കാര്യങ്ങൾക്ക് അപ്പുറമുള്ള, ലിറ്ററൽ മീനിങ്ങിനപ്പുറമുള്ള കാര്യങ്ങൾ നമുക്ക് ബോധ്യമാകും. അക്ഷരാർത്ഥത്തിനപ്പുറം നമ്മൾ എന്താണോ പറയുന്നത് അതിനപ്പുറമുള്ള കാര്യങ്ങൾ കേൾക്കുന്ന വാക്കുകളിൽ നിന്ന്, സെൻറ്റൻസുകളിൽ നിന്ന് വ്യാഖ്യാനിച്ചെടുക്കുന്നതാണ് ഈ രീതി എന്ന് പറയുന്നത്. എന്താണ് ഇതിൻ്റെ പ്രാധാന്യം? ഇമ്പോർട്ടൻസ് ഓഫ് ഇൻ്റർപ്രറ്റീവ് ലിസ്ണിംഗ്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ അക്കഡമിക്, പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ കോണ്ടെക്സ്റ്റ് ഫോർ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് എംപതി. നല്ല കമ്മ്യൂണിക്കേഷൻ, നല്ല ആശയവിനിമയം നിലനിർത്തുന്നതിന്, അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതിന്, എംപതി നിലനിർത്തുന്നതിന്, എംപതി സൃഷ്ടിക്കുന്നതിന്, സഹാനുഭൂതി, രണ്ടുപേർ തമ്മിലുള്ള സംഭാഷണത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തി സംസാരിക്കുകയും മറ്റൊരു വ്യക്തി കേൾക്കുകയും ചെയ്യുന്ന അവസരത്തിൽ സഹാനുഭൂതി വളർത്തിയെടുക്കുന്നതിന്, സഹാനുഭൂതിയോടെ ഒരാളെ കേൾക്കാൻ സാധിക്കുന്നതിനൊക്കെ ഇൻ്റർപ്രറ്റീവ് ലിസ്ണിംഗ് ആവശ്യമാണ്. ഉദാഹരണത്തിന്, ഒരു വ്യക്തി നമ്മളോട് സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൽ ചിലപ്പോൾ ചില ദേഷ്യത്തിൻ്റെയോ മടുപ്പിൻ്റെയോ ഒക്കെ അംശങ്ങൾ നമുക്ക് തോന്നിയേക്കാം. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ വെറും അക്ഷരങ്ങൾ കൊണ്ട് മാത്രം ആ വ്യക്തി പറയുന്ന വാക്കുകൾ കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ശബ്ദത്തിൽ നിന്ന് മാത്രം നമ്മൾ കേൾക്കുന്ന വാക്കുകൾ എന്ന് മാത്രം വിലയിരുത്തി കഴിഞ്ഞാൽ കേൾക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാകുന്ന അർത്ഥത്തിനും അപ്പുറം അദ്ദേഹത്തിൻ്റെ വൈകാരിക തലം മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ സംസാരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരത്തിൽ ഇൻ്റർപ്രറ്റീവ് ലിസ്ണിംഗ് എന്ന് പറയുന്നത് വളരെ നമുക്ക് ഉപയോഗപ്രദമായതും നമ്മുടെ ക്ലാസ് റൂമുകളിലും ജോലി സ്ഥലങ്ങളിലും മറ്റും വളരെയധികം സഹായകമായതുമായ ഒരു പ്രധാനപ്പെട്ട കഴിവാണ് ഇൻ്റർപ്രറ്റീവ് ലിസ്ണിംഗ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് കീ ടെക്നീക്സ് ഇൻ ഇൻ്റർപ്രറ്റീവ് ലിസ്ണിംഗ്? 1, അനലൈസിങ് ടോൺ. ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ടോൺ അനലൈസ് ചെയ്യുക, വിശകലനം ചെയ്ത് ആ ടോൺ അനുസരിച്ച് അയാൾ പറയുന്ന അക്ഷരങ്ങളുടെ യഥാർത്ഥ അർത്ഥത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. അതായത് ഒരു വ്യക്തി സംസാരിക്കുന്ന വേളയിൽ വാക്കുകൾക്കപ്പുറമായി ആ വ്യക്തിയുടെ സംസാരത്തിൻ്റെ സ്വരത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളെയാണ് ടോൺ എന്ന് പറയുന്നത്. ടോൺ മീൻസ് എന്താണ്? സ്വരം ഉയർന്നു താഴ്ന്നിരിക്കുന്നുണ്ടോ? ദ ഹൈറ്റൻഡ് ടോൺ, മീനിങ് ദ ഹൈറ്റ് ഓഫ് അവർ പിച്ച് ഓർ ദ ഹൈറ്റ് ഓഫ് ദ സൗണ്ട് ദാറ്റ് വി മേക്ക്, or the lower point of sound that we make, whether we speak in a higher voice, whether we speak with a lower voice, whether we also raise our pitch when we talk, whether we lower our pitch when we talk. ഇതൊക്കെയാണ് ടോൺ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ സംസാരത്തിൻ്റെ ടോൺ എന്ന് പറയുന്നത് ശബ്ദവ്യതിയാനങ്ങൾ എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. ഈ ശബ്ദവ്യതിയാനങ്ങൾ അനലൈസ് ചെയ്യണം, വിശകലനം ചെയ്ത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 2, ഐഡന്റിഫൈയിങ് കീ പോയിന്റ്സ്. അതായത് ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ അയാളുടെ എല്ലാ വാക്കുകളും ശ്രദ്ധിച്ച് എല്ലാ വാക്കുകളെയും അനലൈസ് ചെയ്യുന്നതിന് പകരം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ത് എന്ന് വളരെ ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കി അതിൽ ഫോക്കസ് ചെയ്യുകയും, മറ്റൊരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ പറയുന്നുണ്ടാവാം, അതിനെ ഒന്ന് മാറ്റി നിർത്തി പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇത്തരത്തിൽ ഇൻ്റർപ്രറ്റീവ് ലിസ്ണിംഗ് മികച്ചതാക്കുന്നതിന് വേണ്ടി സഹായകരമായ 2ാമത്തെ ടെക്നിക്കാണ്. 3ാമത്തെ ടെക്നിക്കാണ് അണ്ടർസ്റ്റാൻഡിങ് കോണ്ടെക്സ്റ്റ്. കോണ്ടെക്സ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ബാക്ക്ഗ്രൗണ്ട് എന്നാണ്, അല്ലെങ്കിൽ സാഹചര്യം എന്നൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഒരു കോൺവെർസേഷൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ത്, അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു പ്രസൻറ്റേഷൻ ചെയ്യുകയാണ്,
അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അടക്കം നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായ അർത്ഥത്തിലേക്ക് വ്യാഖ്യാനിച്ചെത്താൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് ഒരു കവിതയെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സംസാരത്തിലെ ചില വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ചിലപ്പോൾ നമ്മൾ എടുക്കേണ്ട ആവശ്യം പോലും ഉണ്ടായിരിക്കില്ല. വ്യാഖ്യാനങ്ങൾ തന്നെ വേണ്ടിവരും. അല്ലെങ്കിൽ ബാഹ്യമായ അർത്ഥത്തിനപ്പുറം മറ്റർത്ഥങ്ങൾ ഉണ്ടാവാം. എന്നാൽ ഒരു വ്യക്തി തൻ്റെ ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കുകയാണെന്ന് കരുതുക, തീർച്ചയായിട്ടും അവിടെ നമുക്ക് അക്ഷരാർത്ഥത്തിൽ എടുക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാവാം. അതിൻ്റെ ലാഭനഷ്ടങ്ങളെ കുറിച്ചുള്ള കണക്കുകൾ ഉണ്ടാവാം. അതൊന്നും വൈകാരികമായതോ അല്ലെങ്കിൽ സാങ്കല്പികമായ തലത്തിലോ അല്ലെങ്കിൽ ഭാവനാപരമായ തലത്തിലോ ഒന്നും അല്ല കാണേണ്ടത്. അത് മാത്തമാറ്റിക്സിൻ്റെ തലത്തിലും ബിസിനസ്സിൻ്റെ തലത്തിലും പ്രോഫിറ്റ് ലോസിൻ്റെ തലത്തിലുമായിരിക്കും കാണേണ്ടി വരിക. ഇത്തരത്തിൽ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമായിരിക്കും. അപ്പോൾ 3 കീ ടെക്നീക്സ് ആണ് ഇൻ്റർപ്രറ്റീവ് ലിസണിങ് മികച്ച രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്നത്. 3 ടെക്നീക്സ് ആണുള്ളത്. 1 അനലൈസിങ് ടോൺ, 2 ഐഡൻറ്റിഫൈയിങ് കീ പോയിന്റ്സ് എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. 3 അണ്ടർസ്റ്റാൻഡിങ് കോണ്ടെക്സ്റ്റ് അഥവാ സാഹചര്യങ്ങളെ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട്, സാഹചര്യം എന്ന് പറയാം, മനസ്സിലാക്കുക. ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ് കോണ്ടെക്സ്റ്റ്. ഇനിയൊരു എക്സാമ്പിളാണ്, പേഴ്സണൽ എക്സാമ്പിളാണ്. വ്യക്തി ജീവിതത്തിൽ എങ്ങനെയാണ് ഇത് സാധ്യമാവുക എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. റെക്കഗ്നൈസ് ടോൺ ആൻഡ് നോൺ വെർബൽ ക്യൂസ് വെൻ എ ഫ്രണ്ട് സേസ് ദേ ആർ ഫൈൻ ബട്ട് സീംസ് അപ്സെറ്റ്. നമ്മുടെ ഒരു സുഹൃത്ത് നമ്മളോട് പറയുകയാണ് എന്തൊക്കെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, സുഖമാണ് എന്ന് പറയുമ്പോൾ അവൻ്റെ ശബ്ദത്തിൽ വലിയ ഉത്സാഹമൊന്നുമില്ല, അല്ലെങ്കിൽ അവളുടെ ശബ്ദത്തിൽ ഒരു ഉത്സാഹമൊന്നും തോന്നുന്നില്ല, മറിച്ച് ഒരു ദുഃഖം എവിടെയോ ആ സൗണ്ടിലുണ്ട്, അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു തടസ്സം അല്ലെങ്കിൽ ഏതോ തരത്തിലുള്ള ഒരു മടുപ്പ് ആ ശബ്ദത്തിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ആ വ്യക്തിയുടെ യഥാർത്ഥ മാനസികാവസ്ഥയിലേക്ക് തിരിഞ്ഞു നോക്കാൻ അല്ലെങ്കിൽ ഒന്ന് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് പ്രേരകമായിരിക്കും. അത് യഥാർത്ഥത്തിൽ അവർ ശരിക്കും ഫൈനാണോ, യഥാർത്ഥത്തിൽ ആ വ്യക്തി നന്നായിരിക്കുന്നുവോ, യഥാർത്ഥത്തിൽ ആ വ്യക്തി സന്തുഷ്ടനാണോ അല്ലെങ്കിൽ സന്തോഷവതിയാണോ, ഇത്തരം കാര്യങ്ങൾ അവരുടെ ടോൺ ഒക്കെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മുടെ സൗഹൃദങ്ങളിൽ തന്നെ ചിന്തിച്ചാൽ അറിയാം, ചിലപ്പോൾ ചില വ്യക്തികൾ ചിരിച്ച് സംസാരിക്കുന്നവരായിരിക്കും, പക്ഷെ അവരുടെ ചില സംസാരത്തിൽ ചില ടോണുകളിലൊക്കെ നമുക്ക് ചിലപ്പോൾ അവരുടെ മാനസികാവസ്ഥ കുറച്ച് അപ്സെറ്റാണ് അവരെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരത്തിൽ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ ഇൻ്റർപ്രറ്റീവ് ലിസണിങ് എന്ന സ്കിൽ തന്നെ ഉപയോഗിക്കണം. നമ്മൾ അവർ പറയുന്ന കാര്യങ്ങളല്ല, അതിനപ്പുറം എന്തൊക്കെയുണ്ടെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അടുത്ത ഒരു പ്രൊഫഷണൽ എക്സാമ്പിളാണ് മീറ്റിങ്ങുകളിൽ, നമ്മുടെ യോഗങ്ങളിലും മറ്റും. ഇന്റർപ്രറ്റ് പ്രപ്പോസൽസ് ബിയോണ്ട് ലിറ്ററൽ വേർഡ്സ് ടു അണ്ടർസ്റ്റാൻഡ് അണ്ടർലൈങ് കൺസേൺസ് ഓർ മോട്ടിവേഷൻസ്. ബിസിനസ് മീറ്റിങ്ങുകളിലൊക്കെ പുതിയ പ്രൊജക്റ്റുകളുടെ പ്രപ്പോസലുകളൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് ഇൻ്റർപ്രറ്റീവ് ലിസണിങ് ഉപയോഗിക്കണം. പറയുന്ന വ്യക്തി എന്തിനായിരിക്കും അങ്ങനെ ഒരു ഐഡിയ പറയുന്നുണ്ടാവുക, അയാളുടെ കപ്പാസിറ്റി എന്താണ്, ഇത്തരം പുതിയൊരു പ്രൊജക്റ്റ് അവതരിപ്പിക്കാൻ കരുതുക, ആ വ്യക്തിക്ക് ആ പ്രൊജക്റ്റുമായി മുന്നോട്ട് പോകാനുള്ള കഴിവുണ്ടോ. ഈ അടുത്തൊരു സിനിമയിലൊരു രംഗം എനിക്ക് ഓർമ്മ വരികയാണ്. ഒരു വിദ്യാർത്ഥിയായ ഒരാൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ് എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി ആപ്ലിക്കേഷൻ ഫോം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രക്ഷിതാക്കൾ പിന്നിൽ നിൽക്കുകയാണ്. അമ്മയുണ്ട്, അദ്ദേഹത്തിൻ്റെ അച്ഛനുമുണ്ട്. അച്ഛൻ പറയുകയാണ്, നീ എൻ്റെ കൂടെ ബഹ്റൈനിലേക്ക് വരൂ, എൻ്റെ കൂടെ ബിസിനസ്സിൽ സഹായിക്കുമെന്ന്. അങ്ങനെ അവൻ അത് കേൾക്കുന്നില്ല. അവൻ ഫോം ഫില്ല് ചെയ്യുകയാണ്. അവൻ പറയുകയാണ്, എനിക്ക് പഠിക്കണം, എനിക്ക് എൻജിനീയറിങ്ങിന് പോകണം, എനിക്ക് എൻജിനീയർ ആവണം, എനിക്ക് പഠനത്തിൽ ഫോക്കസ് ചെയ്യണം. അപ്പോൾ അച്ഛൻ പറയുകയാണ്, നിനക്ക് അതിന് പറ്റുമോ, നീ എൻജിനീയറിങ്ങിന് പോകുന്നതിൽ നല്ലത് എൻ്റെ കൂടെ ബിസിനസ്സിന് ജോയിൻ ചെയ്യുകയല്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ ഇതൊരു ഉദാഹരണമായിട്ട് കാണാം. കാരണം അവിടെ ആ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഒരു ലൈഫിലെ ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് രക്ഷിതാക്കളുടെ മുമ്പിൽ ഒരു പ്രപ്പോസൽ വെക്കുകയാണ്. ഞാനിത് എഞ്ചിനീയറിങ്ങിന് പോകാൻ വേണ്ടി പോകുന്നു, അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പോൾ രക്ഷിതാക്കളെ സംബന്ധിച്ച് അക്ഷരാർത്ഥത്തിൽ അവൻ്റെ വാക്കുകളെ അവർ വിലക്കെടുക്കുന്നില്ല. അവർക്കറിയാം അവൻ്റെ അവസ്ഥ എന്നുള്ളതാണ് ആ സീൻ കാണിച്ചു തരുന്നത് നമുക്ക്. അവസാനം അവൻ്റെ അമ്മ പറയുകയാണ്, നിനക്ക് പഠിക്കാനൊന്നും കഴിവില്ല മകനെ എന്നുള്ളത്, നിനക്ക് അച്ഛൻ്റെ ബുദ്ധിയാണെന്നും പറഞ്ഞ് അമ്മ അച്ഛൻ്റെ തലയിലേക്ക് അത് വെച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു സീൻ വളരെ തമാശ നിറഞ്ഞ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു സിനിമയിലെ സീനാണ്. വളരെ ഹ്യൂമറസ് ആയ ഒരു സീനാണ്. പക്ഷെ അതുപോലെയാണ് ഇന്റർപ്രറ്റീവ് ലിസണിങ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഭയങ്കര ഡയലോഗൊക്കെ അടിക്കും, ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ ഭയങ്കര സംഭവം പോകുന്നു. പക്ഷെ അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മൾ ഒന്ന് വിശകലനം ചെയ്തിട്ട് വേണം ഉൾക്കൊള്ളാൻ കേൾക്കുന്നവർ എന്നുള്ളതാണ്. അത് അതേപടി നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര മോട്ടിവേഷനൊക്കെ തോന്നും. ഇയാൾ ഭയങ്കരമാവാൻ പോകുന്നു, ഇയാൾ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു
എന്നൊക്കെ തോന്നും. പക്ഷേ ഫൈനലി എന്ത് സംഭവിക്കുന്നുള്ളത് ഈ സീനിൽ അച്ഛനമ്മമാർക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് അവരവനെ നിരുത്സാഹപ്പെടുത്തുന്നത്. ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഇന്റർപ്രറ്റീവ് ലിസണിങ് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. ഒരു പ്രൊഫഷണൽ എക്സാമ്പിൾ എന്ന രീതിയിൽ, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു ഓഫീസിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണ്, ഒരാൾ പ്രപ്പോസൽ അവതരിപ്പിക്കുന്നു ഒരു പുതിയ പ്രൊജക്റ്റിനെ കുറിച്ച്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇദ്ദേഹത്തിന് തന്നെ സാധിക്കുമോ ഈ പ്രപ്പോസൽ പ്രാക്ടിക്കലാക്കാൻ, ഈ മനുഷ്യന് സാധിക്കുമോ, എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പ്രപ്പോസൽ കൊണ്ടുവന്നിട്ടുണ്ടാവുക എന്നൊക്കെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊരു പ്രൊഫഷണൽ എക്സാമ്പിൾ ആയിട്ട് കാണുക. ഞാനൊരു സിനിമയിൽ എക്സാമ്പിൾ വളരെ ഹ്യൂമറസ് ആയതുകൊണ്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം, പെട്ടെന്ന് ആ കാര്യം ഒന്ന് ഉൾക്കൊള്ളാൻ വേണ്ടി. അപ്പോൾ ഇത് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ഓഫീസ് സ്പേസിലുള്ള ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു രീതിയാണ്, ഏതെങ്കിലും ഒരു ചർച്ചയോ ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ടെക്സ്റ്റിൽ. ഇനി ഒരു അക്കാഡമിക് എക്സാമ്പിൾ, ഒരു കോളേജ് അല്ലെങ്കിൽ സ്കൂളിൽ എന്താണ് എക്സാമ്പിൾ? ക്ലാസ് റൂമിൽ പഠിക്കുന്ന കാര്യങ്ങൾ പോലും വിമർശന ബുദ്ധിയോടുകൂടി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ കാണുന്ന കാര്യങ്ങൾ സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കൂടി അവ ശരിയാണോ എന്നുള്ളത് അനലൈസ് ചെയ്ത് നോക്കുക. എവിഡൻസ് ഉണ്ടോ, നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾക്ക് എന്താണ് എവിഡൻസ്, ശരിയാണോ? ചരിത്രമൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ ഇത്തരത്തിലുള്ള ചില ചരിത്ര സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ, എന്താണ് അതിനുള്ള എവിഡൻസ്, ആർഗ്യുമെൻസിൻ്റെ സത്യസന്ധത എത്രത്തോളം ഉണ്ട്, ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് എന്നൊറ്റ കാരണം കൊണ്ട് നമ്മൾക്ക് അതേപടി വിശ്വസിക്കേണ്ട ബാധ്യതയില്ല. അവയെ അനലൈസ് ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തതായി ക്രോസ് കൾച്ചറൽ എക്സാമ്പിളാണ്. അതായത് മറ്റ് സംസ്കാരങ്ങളുമായി നമ്മൾ ഇടപെടുമ്പോൾ, ഉദാഹരണത്തിന് നമ്മൾ മലയാളികളാണ്, കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ വെച്ച് നമ്മുടെ കൾച്ചറൽ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു കാലത്ത് അമേരിക്കയെക്കുറിച്ച് പറഞ്ഞതുപോലെയാണ്, ഒരു മെൽറ്റിംഗ് പോട്ടാണ്. അതായത് എല്ലാ കൾച്ചേഴ്സും, എല്ലാ സംസ്കാരങ്ങളും കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ജോലിക്ക് വരുന്നവർ ഭൂരിഭാഗം പേരും മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നുള്ളവരാണ്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ നിന്നുള്ളവരൊക്കെയാണ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള, ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ബാർബർ ഷോപ്പിൽ പോയി എന്ന് കരുതുക, അല്ലെങ്കിൽ ഒരു സലൂണിൽ പോയി എന്ന് കരുതുക, ബ്യൂട്ടി പാർലറിൽ പോയി എന്ന് കരുതുക, നമ്മുടെ ജോലി ചെയ്യുന്ന സഹോദരങ്ങളൊക്കെ തന്നെ ഭൂരിഭാഗം പേരും എന്ന് പറയാം വളരെ റെയറായിട്ട് മാത്രമേ മലയാളികളായിട്ടുള്ളവർ ഈ മേഖലയിൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുള്ളൂ. റെസ്റ്റോറൻറ്റുകളിൽ ജോലി ചെയ്യുന്നവർ വളരെ ചുരുക്കമേ മലയാളികൾ ജോലി ചെയ്യുന്ന റെസ്റ്റോറൻറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ വലിയ തോതിൽ ക്രോസ് കൾച്ചറൽ ഒരു കോണ്ടെക്സ്റ്റാണ് ഇന്ന് കേരളം എന്ന് പറയുന്നത്. ഇനി കേരളത്തിന് പുറത്തു പോകുന്നവരായാലും മറ്റ് സംസ്കാരങ്ങളുമായി ഇടപഴകുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇൻ്റർപ്രറ്റീവ് ലിസണിങ് ഉപയോഗിക്കേണ്ടത്? ബ്രിഡ്ജ് കൾച്ചറൽ ഡിഫറൻസസ്, സാംസ്കാരിക വ്യത്യാസങ്ങളെ ബ്രിഡ്ജ് ചെയ്യുക, ബന്ധിപ്പിക്കുക, അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ ആ വ്യത്യാസങ്ങളെ മറികടക്കുക എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. ബൈ ഇൻ്റർപ്രറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽസ്, വാല്യൂസ് ആൻഡ് നുവാൻസസ് ഇൻ കോൺവെർസേഷൻസ്. ന്യൂവാൻസസ് എന്ന വാക്കിൻ്റെ അർത്ഥം ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്, ഒന്ന് ആ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കുക. ബ്രിഡ്ജ് കൾച്ചറൽ ഡിഫറൻസസ് ബൈ ഇൻ്റർപ്രറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽസ്, വാല്യൂസ് ആൻഡ് ന്യൂവാൻസസ് ഇൻ കോൺവെർസേഷൻസ്. നമ്മുടെ നാട്ടിൽ വരുന്ന, അല്ലെങ്കിൽ നമ്മൾ മറ്റ് നാടുകളിലേക്ക് സന്ദർശിക്കുമ്പോൾ ജോലി സംബന്ധമായും അല്ലെങ്കിൽ പഠന ആവശ്യങ്ങൾക്കായും ഒക്കെ മറ്റ് നാടുകൾ സന്ദർശിക്കുമ്പോൾ അത്തരം സ്ഥലങ്ങളിൽ വച്ച് നമ്മൾ മറ്റ് നാട്ടുകളിലുള്ള വ്യക്തികളുമായി സംസാരിക്കുമ്പോൾ, ഇടപഴകുമ്പോൾ സാംസ്കാരികമായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഭാഷ അറിയാമെന്നതുകൊണ്ട് മാത്രം അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകളിൽ അല്പം ഇൻ്റർപ്രറ്റീവ് ലിസണിങ് ആവശ്യമാണ്. അക്ഷരത്തിനപ്പുറം അവരെന്തുദ്ദേശിക്കുന്നു എന്ന് വ്യാഖ്യാനിക്കേണ്ടതായി വരും. കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ മനസ്സിലാക്കേണ്ടി വരും, അവരുടെ വാല്യൂ, അവരുടെ മൂല്യങ്ങൾ, സാംസ്കാരിക മൂല്യങ്ങൾ മനസ്സിലാക്കേണ്ടി വരും, അർത്ഥതലങ്ങൾ, ന്യൂവാൻസസ്, അർത്ഥവ്യത്യാസങ്ങൾ മനസ്സിലാക്കേണ്ടി വരും. അവർ സംസാരിക്കുമ്പോഴുള്ള വ്യത്യസ്ത അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളേണ്ടി വരും. അല്ലാതെ നമുക്ക് ഒരിക്കലും അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇപ്പം നമുക്ക് തമിഴ് അറിയാമെന്ന് കരുതി തമിഴ്നാട്ടിൽ ചെന്ന് അവിടെ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തി പറയുന്ന എല്ലാ വാക്കുകളും മനസ്സിലാവുന്നുണ്ട് എന്ന് കരുതി അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതേ അർത്ഥത്തിൽ നമ്മൾ ഉൾക്കൊണ്ടു എന്ന് വിശ്വസിക്കുക ഒരു വിഡിത്തമാവും. കാരണം തീർച്ചയായിട്ടും അവരുടെ ഓരോ ടോണിലും ഓരോ അർത്ഥമുണ്ട് എന്നുള്ളതാണ്. മലയാളികൾ തന്നെ സംസാരിക്കുന്ന ആ വാക്കുകളെല്ലാം അർത്ഥം മറ്റൊരാൾക്ക് അറിയാം എന്ന് കരുതുക. മലയാളം പഠിച്ചിട്ട് വരുന്ന പുറം രാജ്യക്കാരനാണെന്ന് കരുതുക, എല്ലാ വാക്കുകളുടെ അർത്ഥം അറിയാം.
എന്നിരുന്നാൽ കൂടി നമ്മൾ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും, നമ്മൾ പറയുന്ന പല കാര്യങ്ങളും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റണമെന്നുണ്ടോ? ആലോചിച്ച് നോക്കിയട്ടെ. ഉദാഹരണം പറയാം. പൊളി എന്ന വാക്ക് ഇപ്പോൾ സിനിമയൊക്കെ കണ്ട് പുറത്തിറങ്ങുന്ന പലരും പറയാറുണ്ട്, പൊളിയാണ് പൊളിയാണ്. പൊളി എന്ന മലയാള വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്ന, അക്ഷരാർത്ഥം എന്ന് പറയുന്നത് പൊളിഞ്ഞു കിടക്കുന്ന, പൊളിഞ്ഞത് എന്നൊക്കെയാണ്. തകർന്നു പോയത് എന്നതാണ് അതിന്റെ അർത്ഥം. പൊളി എന്ന് പറഞ്ഞാൽ തകർന്നത്, പൊളി. അപ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ അതിന്റെ മീനിങ് വളരെ നെഗറ്റീവ് ആയിരിക്കാം, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ നല്ലതാണ് എന്ന അർത്ഥത്തിലാണ്. സാംസ്കാരികമായ ആ വാക്കിന്റെ ഒരുപാട് അർത്ഥ വ്യത്യാസങ്ങൾ എന്ന് വന്നു കഴിഞ്ഞു. അത്തരത്തിലൊരു ഡിക്ഷണറിയിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്നറിയില്ല. എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് വാക്കുകളുടെ അർത്ഥം രൂപം കൊള്ളുന്നത് പലപ്പോഴും സാംസ്കാരികമായ സ്വാധീനത്താൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ സംസ്കാരങ്ങളെക്കുറിച്ചും അവരുടെ മൂല്യങ്ങളെക്കുറിച്ചും ഒരു ധാരണ ഉണ്ടാവേണ്ടതും വളരെ ആവശ്യമാണ്. അത് ഇന്റർപ്രറ്റീവ് ലിസണിങ്ങിന്റെ ഭാഗമാണ്. എങ്കിൽ മാത്രമേ പൂർണ്ണമായി കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയും തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ നമുക്ക് പറഞ്ഞാൽ തെറാപ്യൂട്ടിക് എക്സാമ്പിൾ ആണ്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള തെറാപ്പി, ഒരു അസുഖത്തിൻ്റെ ചികിത്സ അല്ലെങ്കിൽ ഒരു വല്ലാതെ മോശപ്പെട്ട അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു കൗൺസിലിംഗ് സെഷൻ പോലെ ഒരു ആശ്വാസത്തിൻ്റെ ഒരു സംവാദം, ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊരു സംസാരം. തെറാപ്യൂട്ടിക് എക്സാമ്പിൾ നോക്കാം. Therapists empathize with clients' emotions and identify themes for effective interventions. കൃത്യമായ ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി, ചികിത്സാ രീതികൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി, അതാണ് ഇൻ്റർവെൻഷൻ എന്ന് സൂചിപ്പിക്കുന്നത്. തെറാപ്പിസ്റ്റുകൾ രോഗികൾ പറയുന്ന, മാനസികമായി ബുദ്ധിമുട്ടൊക്കെയുള്ള വ്യക്തികൾ പറയുന്ന അക്ഷരാർത്ഥത്തിൽ എല്ലാ കാര്യങ്ങളും എടുക്കുകയല്ല അവർ ചെയ്യുന്നത്. ചില കാര്യങ്ങൾ പറയുന്നത് എന്തിന്, അവരുടെ മോട്ടിവേഷൻ എന്തായിരിക്കും എന്നുകൂടി ചിന്തിക്കും. അത്തരത്തിൽ ഇന്റർപ്രറ്റീവ് ലിസണിങ് വളരെയധികം ഉപയോഗിക്കുന്ന ഒരു മേഖലയാണ് ഇത്തരത്തിൽ കൗൺസിലിംഗ് സെഷൻസ്, തെറാപ്പി സെഷൻസ് ഒക്കെ. ഇനി ലീഗൽ എക്സാമ്പിൾ ആണ്. ലോയേഴ്സ് ആൻഡ് ജുറോർസ് ഇന്റർപ്രറ്റ് വിറ്റ്നസ് ടെസ്റ്റിമണീസ് ഫോർ ക്രെഡിബിലിറ്റി ആൻഡ് ഇൻകൺസിസ്റ്റൻസീസ്. വക്കീലന്മാർ, ജഡ്ജിമാർ നമ്മൾ പറയുന്ന കാര്യങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് സത്യത്തിലേക്ക് എത്തിച്ചേരുന്നത്, അക്ഷരാർത്ഥത്തിൽ എടുത്തുകൊണ്ടല്ല. അപ്പം അവിടെയും ഈ പറയുന്ന വ്യാഖ്യാനങ്ങൾക്ക് വലിയ പങ്കുണ്ട്, ഇന്റർപ്രറ്റീവ് ലിസണിങ്ങിന് വലിയ പങ്കുണ്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. മീഡിയ അനാലിസിസ് ആണ് മറ്റൊരു എക്സാമ്പിൾ. ഇന്റർപ്രറ്റ് ബയാസസ് ഇൻ ന്യൂസ് ഓർ സോഷ്യൽ മീഡിയ ബൈ ക്രിട്ടിക്കലി അനലൈസിങ് ടോൺ, ലാംഗ്വേജ് ആൻഡ് ഫ്രെയിമിംഗ്. എത്തരത്തിലാണ് ന്യൂസിനെ അവതരിപ്പിക്കുന്നതാണ് ഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. ഭാഷ, പിന്നെ ടോൺ, തീർച്ചയായിട്ടും അത് അവതരിപ്പിക്കുന്നതിൻ്റെ ടോൺ. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിമർശനാത്മകമായി നമ്മൾ നോക്കിക്കണ്ടാൽ മാത്രമേ സോഷ്യൽ മീഡിയയിലും ന്യൂസ് മീഡിയയിലും ഒക്കെ വരുന്ന കാര്യങ്ങൾ സത്യമാണോ അല്ലയോ എന്ന്, അല്ലെങ്കിൽ അതിൽ സത്യാവസ്ഥ എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇവിടെയും ഈ പറയുന്ന അനാലിസിസിന് വലിയ പങ്കുണ്ട്. അപ്പോൾ ഇത്രയും എക്സാമ്പിളുകളാണ് ഇന്റർപ്രറ്റീവ് ലിസണിങ്ങിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെക്കുക. ഇതാണ് ഇന്റർപ്രറ്റീവ് ലിസണിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഒരിക്കൽ കൂടി നമുക്കൊന്ന് റിവേഴ്സിലൊന്ന് നോക്കാം. ഏതൊക്കെയാണ് പ്രധാന എക്സാമ്പിൾസ്, ഇന്റർപ്രറ്റീവ് ലിസണിങ് ആവശ്യമായ സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഈ സാഹചര്യങ്ങൾ എല്ലാവരും ബൈ ഹാർട്ട് ഓർത്തു വെക്കുക. ഞാനൊന്ന് പെട്ടെന്ന് റിവേഴ്സിൽ പോവുകയാണ് ഏതൊക്കെയാണെന്നുള്ളത്. മീഡിയ അനാലിസിസ് ഓർമ്മിക്കുക, ലീഗൽ എക്സാമ്പിൾ ഓർമ്മിക്കുക, അടുത്തത് തെറാപ്യൂട്ടിക് എക്സാമ്പിൾ, ക്രോസ് കൾച്ചറൽ എക്സാമ്പിൾ, പിന്നെയോ അക്കഡമിക് എക്സാമ്പിൾ, പ്രൊഫഷണൽ എക്സാമ്പിൾ, പേഴ്സണൽ എക്സാമ്പിൾ. ഈ 7ഓളം എന്താണ് സാഹചര്യങ്ങളാണ്, കോണ്ടെക്സ്റ്റുകളാണ്, അല്ലെങ്കിൽ ഉദാഹരണങ്ങളാണ് ഇന്റർപ്രറ്റീവ് ലിസണിങ്ങിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുന്നത്. ഈ 7ഓളം സാഹചര്യങ്ങളിൽ ഇന്റർപ്രറ്റീവ് ലിസണിങ് ഉപയോഗിക്കാമെന്നാണ് പഠിക്കുന്നത്. ഇതിൽ കൂടുതൽ സാഹചര്യങ്ങൾ ഉപയോഗിക്കപ്പെടാം, പക്ഷെ നമ്മൾ ജസ്റ്റ് ഒരു ഉദാഹരണത്തിൻ്റെ പേരിൽ നമ്മൾ ഇത്രയും പഠിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും മറ്റ് കോണ്ടെക്സ്റ്റുകളിലും ഇന്റർപ്രറ്റീവ് ലിസണിങ് ആവശ്യമായ കോണ്ടെക്സ്റ്റുകൾ ധാരാളം ഉണ്ടാവും. ഡേറ്റ അനാലിസിസിലും ഒക്കെ നമുക്ക് ആവശ്യമായി വരാം. ഇനി അടുത്തത് ഓർമ്മിക്കേണ്ട മറ്റൊരു കാര്യമാണ് കീ ടെക്നിക്സ്. 3 ടെക്നിക്സ് നമ്മൾ പഠിച്ചു. അനലൈസിങ് ടോണ്, അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് കോണ്ടെക്സ്റ്റ്, ഐഡന്റിഫൈയിങ് കീ പോയിന്റ്സ്. ഈ ടെക്നിക്സും ഓർത്ത് വയ്ക്കുക പ്രത്യേകമായി. ഇനി അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉടൻ തന്നെ ലൈവ് സെഷനായിട്ട്
പ്രത്യേകിച്ച് പരീക്ഷയോടടുത്ത് ലൈവ് സെഷനും റിവിഷനും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമേ അത് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ലൈക്ക് ചെയ്യുക ഇഫ് യു ലൈക്ക് ദ വീഡിയോ. നിങ്ങൾക്ക് സംശയങ്ങൾ ഇന്ന് ചർച്ച ചെയ്ത ഇൻ്റർപ്രറ്റീവ് ലിസണിങ്ങിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കോമെൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ടൈം. ബൈ.